call is now being recorded. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇതായിരുന്നു. ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് അറിയാം. ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, സ്റ്റാറ്റിക് കണ്ടീഷൻ, എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, ഇതൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് അറിയാം. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിക്സും അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക്സും ആണല്ലേ. ഇതിൻ്റെ ഈ സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൻ്റെ സ്റ്റാറ്റിക് കണ്ടീഷൻ, റെസ്റ്റിംഗ് കണ്ടീഷനെയാണ് സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് എന്ന് പറയുന്നത് മൂവിങ് കണ്ടീഷനാണ് ഡൈനാമിക് കണ്ടീഷൻ. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അതൊരു ടേബിൾ ഇങ്ങനെ നീക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു മാസമാണെന്ന് വിചാരിക്കുക, എം എന്ന് പറയുന്നൊരു മാസം. ഓക്കെ, അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 5 ന്യൂട്ടൺ ആണ് എങ്കിൽ ഇപ്പുറത്തും ഒരു 5 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് റെസ്റ്റിംഗ് കണ്ടീഷനിലായിരിക്കും. കാരണം ഇപ്പുറത്തും 5 ഇപ്പുറത്തും 5, രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണെങ്കിൽ മാത്രമേ അത് റെസ്റ്റിംഗ് കണ്ടീഷനാവുള്ളൂ. അതേസമയം ഞാൻ മുകളിൽ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, താഴത്തു നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ആണ് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്കുള്ളത് വെയിറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 5 ന്യൂട്ടൺ തന്നെ എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതേസമയം ഞാനൊരു 5 ന്യൂട്ടൺ എൻ്റെ ഹാൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 ന്യൂട്ടൺ റിയാക്ഷൻ ഇതിന് കൊടുക്കുകയാണ്. അതായത് ഇത് റെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഹാൻഡിലാണ് വിചാരിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ബോഡി റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 5 ന്യൂട്ടൺ തന്നെ ആയിരിക്കണ്ടേ. അതായത് മൊത്തം നമ്മൾ ഫോഴ്സ് നോക്കുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ റിയാക്ഷൻ എത്രയായിരിക്കും? ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റിസൾട്ടന്റ് എത്രയായിരിക്കും? റിസൾട്ടന്റ് എത്രയായിരിക്കും? വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? റിസൾട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സസിനെ, ഈ കോമ്പണന്റ് ഫോഴ്സസിനെ ഒക്കെ സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയാം, അല്ലെ? റിസൊല്യൂഷൻ എന്ന് പറയും. സോ റിസൊല്യൂഷൻ, വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? ടോട്ടൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിയേ, സിഗ്മ എഫ്, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ സിഗ്മ എഫ് എക്സ്, അല്ലെ? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാ? 5 ന്യൂട്ടണും അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു 5 ന്യൂട്ടൺ ഉണ്ട്. ടോട്ടൽ എത്രയാണ് വരുന്നത്? 0. അതേസമയം സിഗ്മ എഫ് വൈ നോക്കുകയാണെങ്കിലോ എഗെയിൻ അവിടെ എന്താ വരുന്നത്? 5 ന്യൂട്ടൺ മുകളിലേക്ക് പോസിറ്റീവ്, 5 ന്യൂട്ടൺ താഴത്തേക്ക് പോസിറ്റീവ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടന്റ് എന്താ ഇവിടെ വരിക? 0 ആണ്. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിസൾട്ടന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സിഗ്മ എഫ് എക്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സിഗ്മ എഫ് വൈ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതേസമയം ഡൈനാമിക്കിന്റെ കേസിലാവുമ്പോൾ എന്തുണ്ടാവും? റിസൾട്ടന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു ബോഡി ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു 5 ന്യൂട്ടൺ കൊടുക്കുകയാണ്. അതേസമയം ഓപ്പോസിറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു 4 ന്യൂട്ടൺ കൊടുക്കുകയാണ്. അപ്പൊ അതാവുമ്പോൾ നമുക്കറിയാം, നമുക്കിത് കോമൺ സെൻസ് വെച്ചിട്ട് അറിയാം എങ്ങോട്ടേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. 1 ന്യൂട്ടൺ ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ 1 ന്യൂട്ടൺ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ഫോഴ്സ്, അതായത് ആ ഒരു ഡയറക്ഷനിലേക്ക് എക്സ്ട്രാ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഈ ഒരു റിസൾട്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ചെയ്ത് നോക്കിയേ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? 5 മൈനസ് പോസിറ്റീവ് 5 മൈനസ് നെഗറ്റീവ് 4, ഐ മീൻ പോസിറ്റീവ് 5 മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. ഇവിടെ സിഗ്മ എഫ് വൈ ഇല്ല, സിഗ്മ എഫ് വൈ നമ്മൾ നെഗ്ലക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 0 ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബോഡീന്റെ വെയിറ്റ് 5 ന്യൂട്ടണും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചത്. റെസ്റ്റിംഗ്, ഐ മീൻ വൈ ഡയറക്ഷനിൽ അതിന് മൂവ്മെന്റ് ഇല്ല എന്നെങ്കിലും കിട്ടുന്നത് 5 മൈനസ് 5 0 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. സോ ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു 1 ന്യൂട്ടൺ. ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് എത്ര? 1 ന്യൂട്ടൺ തന്നെയല്ലേ. അപ്പം 1 ന്യൂട്ടൺ ഫോഴ്സിൽ അത് എന്ത് ചെയ്യും? അത്രയും ഫോഴ്സ് എക്സ്ട്രാ ആണ് അവിടെ
അതാണ് റിസൾട്ടന്റ്. അത് വെച്ചിട്ട് അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂ ഇൻ എക്സ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അത് മൂവ് ചെയ്യും, മൂവ്മെന്റ് ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, നിങ്ങൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെത് സിഗ്മ എഫ് എക്സും, അതായത് നിങ്ങൾ ലാമീസ് തിയറൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുക? സ്റ്റാറ്റിക് കണ്ടീഷനിലാണ് ഈ ലാമീസും ഒക്കെ നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷനിൽ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത് എന്താണ്? ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത് മൊത്തം സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, സ്റ്റാറ്റിക് കണ്ടീഷനാണ്. ഈ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ് ഈ ലാമീസ് തിയർ ഒക്കെ. എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ അതിൽ തന്നെ റൂൾ, ആ ഒരു ലോയിൽ പറയുന്നത് എന്താണ്? ത്രീ ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം പറയുന്നുണ്ട്. ത്രീ ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാമീസ് തിയർ എന്ത് ചെയ്യാം? അവിടെ യൂസ് ചെയ്യാം. അതിന്റെ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയല്ലേ റെസ്റ്റിംഗ് കണ്ടീഷൻ ആണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ് റെസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഐ മീൻ ഫോർത്ത് അവറിൽ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ സിഗ്മ എഫ് എക്സിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, സിഗ്മ എഫ് വൈക്ക് ഒരു വാല്യൂ കിട്ടുന്നത്. അത് എങ്ങനെ അങ്ങനെ കിട്ടിയെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. നിങ്ങളൊന്ന് ആ വാല്യൂ ഒന്ന് എടുത്തേ. നമ്മൾ ഫോർത്ത് അവറിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റോട്ട് കുറച്ച് വാല്യൂസ് ഒക്കെ കിട്ടി, ആറും ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് ലാമീസ് തിയറും ചെയ്തിട്ട് സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വാല്യൂസ് നോക്കിയേ, എത്ര വരുന്ന വാല്യൂസ്? എത്രയാണ് വരുന്നത്? എൻ്റെ കയ്യിൽ അതിന്റെ വാല്യൂസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവുമല്ലോ, ഒന്ന് നോക്കിയേ, ഒന്ന് പറഞ്ഞു തന്നെ, പെട്ടെന്ന് പറഞ്ഞു തന്നെ. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ പറയുന്നത്? എടാ വാല്യൂസ് ഒന്ന് പറഞ്ഞേ, സിഗ്മ എഫ് എക്സിന്റെയും സിഗ്മ എഫ് വൈന്റെയും. നമ്മളൊരു ബോളിന്റെ കേസ് ചെയ്തിട്ടുണ്ടായല്ലോ, ഒരു 45 ഡിഗ്രിയും അതുപോലെ തന്നെ 60 ഡിഗ്രീന്റെയും വെച്ചിട്ടുള്ള. അതിലൊരു സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലേ? അതിന്റെ വാല്യൂസ് ഒന്ന് പറഞ്ഞേ. ശരിക്കും ഇത് റെസ്റ്റിംഗ് കണ്ടീഷൻ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. കാരണം ലാമീസ് തിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ റെസ്റ്റിംഗ് കണ്ടീഷൻ ആയിരിക്കണം. യെസ്, -2.7, -2.7 into 10⁻³ ഓക്കെ. -2.7 into 10⁻³ അതിന് നിങ്ങൾ ഈ 10⁻³ എന്നുള്ളത് 0.0 സംതിങ് എഴുതി നോക്കിയേ, എന്താ വരും? -0.00227 സംതിങ് വരും. ഇതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? ഈ ഒരു 27 എന്നുള്ള വാല്യൂ ഒക്കെ നമുക്ക് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ആർ സിന്റെയും ആർ എന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് കൊടുത്തത് കൊണ്ടാണ്. അല്ല, അതിന്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യും? ഈ സിഗ്മ എഫ് എക്സ് എന്നുള്ള വാല്യൂ കറക്റ്റ് നമുക്ക് 0 കിട്ടും. ശരിക്കും പറഞ്ഞത് 0.002, അത്രയും ചെറിയ വാല്യൂ ആണ്. അത് നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എടുക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ശരിക്കും ഇത് 0 ആണ് വരേണ്ടത്. നമ്മൾ എടുക്കുന്ന വാല്യൂസിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്, അത് റൗണ്ട് ചെയ്യുന്നതുകൊണ്ട്, പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നമ്മൾ ഈ മൊഡ്യൂളിൽ സ്റ്റാറ്റിക് കണ്ടീഷൻ ആണ് പഠിക്കുന്നത്. സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഉള്ള എല്ലാ ലോസും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമീസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അതൊന്നും ആലോചിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിസൾട്ടന്റിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കും, ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് തന്നെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ അതിൽ കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട, അത് ടെൻഷനും അടിക്കണ്ട കേട്ടോ. റിസൾട്ടന്റിന്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലാമീസ് തിയറും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷനും യൂസ് ചെയ്താൽ മതി. അത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഇൻ കേസ് നിങ്ങളടുത്ത് റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ചെയ്താൽ മതി. അതായത് പാരലോഗ്രാം നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ട് റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ഒന്നും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഒന്ന് എഴുതിയ ഒരു റെഗുലർ ആയിട്ടുള്ള ഹെക്സഗൺ ആണ്. ആ റെഗുലർ ഹെക്സഗണിന്റെ കേസിൽ കുറെ ഇങ്ങനെ ഫോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ആറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫിഗർ വരയ്ക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാം.
ഈ റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത എന്താണോ? റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഹെക്സഗൺ ആയാലും അല്ലെങ്കിൽ ഇപ്പം ട്രയാങ്കിൾ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒക്ടഗണോ പെന്റഗണോ എന്തായി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്? റെഗുലർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? all sides 30 degree. ആംഗിൾസും ഈക്വൽ ആയിരിക്കും, സൈഡ്സും ഈക്വൽ ആയിരിക്കും കേട്ടോ. അറിയാത്തവരെ എഴുതി വെക്കുക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, എന്നാലും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. റെഗുലർ എന്ന് ഉദ്ദേശിക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും, സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഇന്റീരിയർ ആംഗിൾസ് എത്ര വരുന്ന ഹെക്സഗന്റെ കേസിൽ? അതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അതൊക്കെ അറിഞ്ഞിരിക്കണം. പെന്റഗന്റെ കേസിൽ എത്ര വരും, ഹെക്സഗന്റെ കേസിൽ. അതൊന്നും നമ്മൾ ഇനിയിപ്പോ ചെയ്ത് നോക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം അതൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. എങ്ങനെയാടാ? 120 ഡിഗ്രി അല്ലേ? ഇന്റീരിയർ ആംഗിൾസ്, അതിന്റെ ഓരോ ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ ഹെക്സഗൺ എടുക്കുകയാണെങ്കിൽ, ഞാൻ വരച്ചത് വൃത്തികേടായിട്ടാണ് വരച്ചത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് വരക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ജസ്റ്റ് 120 ഡിഗ്രിയാണ് അതിന്റെ ഇന്റീരിയർ ആംഗിൾ വരിക കേട്ടോ. അതും നിങ്ങൾക്കറിയാം. ഓക്കെ, നമ്മൾ ഇതൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് വേണം? ഓരോന്നിന്റെ ആംഗിൾ എത്രയാണ് സബ്റ്റൻഡ് ചെയ്ത് കിടക്കുന്നതെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, അതുപോലെ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, അതുപോലെ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, ഇതൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യും? ഇതിനെ ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ് ലൈന്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കടോ? ബാക്കിയുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ബിക്കോസ് എന്താണ്? ഇന്റീരിയർ ആംഗിൾ 120 ആണ്. ഇത്രയും പോകുന്ന ആംഗിൾ 120 ആണെങ്കിൽ ബാക്കി ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 60 ആണ് അല്ലേ? 60. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന 35 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഈ സർഫസുമായിട്ട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി. ഇനി ബാക്കി ആംഗിൾസോ? 20 ന്യൂട്ടന്റെ ആംഗിൾ എത്രയായിരിക്കും? ന്യൂട്ടന്റെ ആംഗിള്. അതുപോലെ തന്നെ ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ആംഗിൾസ് എത്രയായിരിക്കും? ഇത് റെഗുലർ ആയിട്ടുള്ള ഹെക്സഗൺ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, റെഗുലർ ആയിട്ടുള്ള ഹെക്സഗൺ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിപ്പം വരുന്നത് ഇങ്ങനെയല്ലേ വരുന്നത്? ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് ഉണ്ടാവും, കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ടോട്ടൽ 120 ആണ്. നമുക്ക് ഈ ഒരു ആംഗിൾ 30 ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ആംഗിൾസും ഈക്വൽ ആയിരിക്കില്ലേ? റെഗുലർ ആംഗിൾ അല്ലേ? ഈക്വൽ ആയിട്ടല്ലേ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ആംഗിൾസ് എത്രയായിരിക്കും? 4 ആംഗിൾ ആണുള്ളത്. 4 × 3 എത്ര കിട്ടണം? 120 കിട്ടണം. നോക്കിയേ, ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. 4 × 3 120 തന്നെയല്ലേ വരുന്നത്? ക്ലിയർ ആയോ പറഞ്ഞത്? അത് റെഗുലർ ഹെക്സഗന്റെ കേസിൽ മാത്രം എങ്ങനെ സംഭവിക്കുള്ളൂ കേട്ടോ. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുള്ളൂ. ഇങ്ങനെ വരച്ചാൽ മാത്രം കേട്ടോ. ഓക്കെ, ഇത് ഓരോ ആംഗിൾസും 30 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ വേണ്ടത് ഈ കുഞ്ഞി ആംഗിള് ഇത് എത്രയാണ്? ഇത് 30 ഡിഗ്രി. അടുത്ത ഈ ആംഗിളോ 60 അല്ലേ വരിക? 60 ഡിഗ്രി. അടുത്ത ഈ ആംഗിളോ 60 + 30 90 ഡിഗ്രി. ഇനി അടുത്തൊരു 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ
120 കറക്റ്റായി. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള ആംഗിൾ നോക്കിയാൽ മതി. ലെഫ്റ്റ് നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ മതി. ഇത് 60 ബാക്കി 30 അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, എല്ലാ ആംഗിൾസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഒരു ക്വാഡ്രന്റിലേക്ക് മാറ്റുക അല്ലെ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്വാഡ്രന്റ് സിസ്റ്റം വരയ്ക്കുക, അതിലേക്ക് ഓരോ ഫോഴ്സസിനെ വരയ്ക്കുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ക്വാഡ്രന്റ് വരയ്ക്കുക ഫസ്റ്റ് തന്നെ. സോ നിങ്ങളുടെ കയ്യിൽ 2 കളർ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തോട്ടോ, കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ക്വാഡ്രന്റ് വരച്ചു. ഇത് x ആക്സിസ് ആണ്, then this is y ആക്സിസ്. ഓക്കെ, ഇനി നോക്കി, ഇനി ഓരോന്നോരോന്ന് ഞാൻ വരയ്ക്കാൻ പോവാണ്. 15 ന്യൂട്ടൺ. 15 ന്യൂട്ടൺ എങ്ങനെയാ കിടക്കുന്നത്? എക്സ് ആക്സിസിന് ചേർന്നിട്ടാണല്ലേ കിടക്കുന്നത്. സോ ഞാൻ 15 ന്യൂട്ടൺ എന്ന് പറയുന്നത് വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് 15 ന്യൂട്ടൺ. കറക്റ്റ് അല്ലേ ഞാൻ വരച്ചത്? 15 ന്യൂട്ടൺ വരച്ചത് കറക്റ്റ് അല്ലേ? ഇനി അടുത്ത 20 ന്യൂട്ടൺ ഞാൻ എങ്ങനെ വരയ്ക്കും? 20 ന്യൂട്ടൺ ഒരു 30 ഡിഗ്രി ആംഗിൾ ചെയ്തിട്ട് വേണം 20 ന്യൂട്ടൺ വരക്കാൻ അല്ലേ? കുറച്ചും കൂടെ വലുതാണത്. 20 ന്യൂട്ടൺ 30 ഡിഗ്രി ആംഗിളിൽ ചെരിഞ്ഞിട്ട്. കറക്റ്റ് അല്ലേ വരച്ചത്? ഇനി അടുത്ത് 25 ഡിഗ്രി വരയ്ക്കാൻ പോവാണേ. അതൊരു 60 ഡിഗ്രി ആംഗിൾ ചെരിഞ്ഞിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലാണ് വരക്കേണ്ടത്. അപ്പൊ കുറച്ചും കൂടെ വലുതാണ് ഇതിനേക്കാളും. യെസ്, 25 ന്യൂട്ടൺ. അതൊരു 60 ഡിഗ്രി ആംഗിളിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതോ 35 ന്യൂട്ടൺ. അത് 90 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. നല്ല അത്യാവശ്യം വലിങ്ങനെ വരക്കണേ. ഓക്കെ, 35 ന്യൂട്ടൺ അല്ലേ? 35 ന്യൂട്ടൺ അത് 90 ഡിഗ്രിയിലാണ്. നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് y ആക്സിസിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ന്യൂട്ടൺ ആണ്. അപ്പൊ 45 ന്യൂട്ടൺ വരക്കുന്നത് 45 ന്യൂട്ടൺ. സോ അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ് ആക്സും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മാത്രം ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് അതേ നമുക്ക് ഇനി ആവശ്യമുള്ളൂ. 60 ഡിഗ്രി എല്ലാം ആയില്ലേ? ഇനി ഇതിനെ കോമ്പണന്റ് ആക്കിക്കൂടെ? കോമ്പണന്റ് ആക്ക്. നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് തന്നെ പറയാൻ പറ്റുമോ, അല്ലെ കോമ്പണന്റ് ആക്കിയിട്ട് തന്നെ മാറ്റണോ? സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ കോമ്പണന്റ് എത്രയാണെന്ന് നോക്കി നോക്കി പറയാൻ പറ്റില്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ സിഗ്മ എഫ് എക്സ് എഴുതാണേ. നോക്കിക്കേ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എക്സ് ആക്സിസിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? 15 ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. സോ 15 ന്യൂട്ടൺ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ബാക്കി ആംഗിൾ സബ്ടെൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസിനും എല്ലാ ഫോഴ്സസിനും എന്തുണ്ടാവും? കോമ്പണൻസ് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവും. സോ ഫസ്റ്റ് തന്നെ ഞാൻ 20 ന്യൂട്ടന്റെ കോമ്പണന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പൊ 20 ന്യൂട്ടന്റെ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണന്റ് എന്താ വരിക? 20 cos 30. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ്. അത് അങ്ങനെ അങ്ങ് എഴുതിയാൽ പോരെ, നമ്മൾ വരക്കേണ്ട ആവശ്യമില്ലല്ലോ. കോസ് 30. ഓക്കെ, അടുത്തതോ 25 ന്യൂട്ടൻ്റെതോ? 25 cos 60. പോസിറ്റീവ് അല്ലേ? 25 കോസ് 60. അടുത്തതോ? അടുത്ത 35 നമുക്ക് എഴുതാൻ പറ്റില്ല, ബിക്കോസ് അതെന്താണ് y ആക്സിസിലുള്ളതാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്തത് 45ൻ്റെതോ? minus 45 മൈനസ് 45 കോസ് 60. ഓക്കെ, ഇനി ഇത് എഴുതിയത് മനസ്സിലാവാത്തവരാണെങ്കിൽ സെപ്പറേറ്റ് വരച്ചിട്ട് വേണം ചെയ്യാട്ടോ. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ 20 ആണ് എടുക്കുന്നതെങ്കിൽ 20 ഫസ്റ്റ് തന്നെ വരക്കുക, സെപ്പറേറ്റ് 30 ഡിഗ്രിയിൽ 20 ന്യൂട്ടൺ വരക്കുക, എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കോമ്പണന്റ് ആക്കി എടുക്കുക. അപ്പം ഇത് 20 കോസ് 30, 20 സൈൻ 30. ഇനി അടുത്തത് 25ന്റെ കേസിലും സെയിം മെത്തേഡ്. 25 എടുക്കുക, ഇത് 60 ഡിഗ്രിയിലാണ് ആംഗിൾ സബ്ടെൻഡ് ചെയ്ത് കിടക്കുന്നത്. 25 കോസ് 60, 25 സൈൻ 60. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് ചെയ്യാം. ഇനി അടുത്തത് 45ന്റെ കേസിലാകുമ്പോൾ
45 ആണ്, ഇത് 60 ഡിഗ്രി. സോ ഇങ്ങനെയാണ് വരിക. അപ്പം 45 cos 60 45 sin 60. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് അതിന്റെ എക്സ് കോമ്പണന്റ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിഗ്മ എഫ് വൈയോ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് എങ്ങനെ കറക്റ്റ് ഒറ്റയടിക്ക് എഴുതി ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയോണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പിന്നെ ശരിയായിക്കോളും. നിങ്ങൾ കുറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ റെഡി ആവും. ഓക്കെ, സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞേ. വൈ ആക്സിൽ അങ്ങനെ അങ്ങ് കിടക്കുന്ന ഫോഴ്സ് ഏതാണ് ഇത് ഇവിടെ? 35 ന്യൂട്ടൺ കറക്റ്റ് അല്ലേ? വൈ ആക്സിസിനോട് കോയിൻസൈഡ് ചെയ്തിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ 35 ന്യൂട്ടൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മുകളിലേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ്. മുകളിലേക്ക് വന്നാൽ പോസിറ്റീവ്, താഴത്തേക്ക് പോയാൽ നെഗറ്റീവ്. ഇനി അടുത്ത എല്ലാത്തിനെയും കോമ്പണന്റ് എന്ന് പറഞ്ഞേ. ഒന്നുമില്ല, നമ്മളിവിടെ എഴുതിയിട്ടില്ലേ 20 sin 30. അടുത്തത് 25 sin 60. അടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ബിക്കോസ് ഇവിടെ നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ ഇവിടെയും നെഗറ്റീവ് എഴുതാൻ പാടില്ല. നമ്മൾ നോക്കുക അപ്വേർഡ് ഡിറക്ഷനിലാണ് 45 ന്യൂട്ടന്റെ കോമ്പണന്റ്, അതായത് വൈ കോമ്പണന്റ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പോസിറ്റീവ് ആണ് കേട്ടോ ഇവിടെ വരിക. അങ്ങനെ അങ്ങ് എഴുതി പോരുത്. അതുകൊണ്ടാണ് പറഞ്ഞ കോമ്പണൻസ് ആക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് കണ്ടപാട് ഇങ്ങനെ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ കോമ്പണൻസ് തന്നെ ആക്കിയിട്ട് ചെയ്യാം, തെറ്റിപ്പോരുത് എന്ന് മാത്രം. ഓക്കെ, ഇതിന്റെ ഒക്കെ ആൻസർ ഒന്ന് പറഞ്ഞേ, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യട്ടെ, കാരണം കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാം ഒന്നിപ്പോ ക്ലാസ് ചെയ്യാൻ പറ്റി എന്നൊന്നും വരില്ല. നിങ്ങൾ കുറെ ഫാസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര വരുന്നത്? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓടി ഓൺ ചെയ്ത് പറ. ആൻസർ എത്രയാടാ? യെസ്, 23.32 ആണോ കിട്ടുന്നത്? ടെക്സ്റ്റിൽ 22.32 എന്നാണല്ലോ. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന വാല്യൂ എടുക്കാം, 23.32. ദെൻ 105.62. ഓക്കെ, 22 തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യുക ആരാ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. 100 ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവും, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക വാല്യൂസ്. ഓക്കെ, അത്രയും ന്യൂട്ടൺ ആണ് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടുന്നത്. ദെൻ റിസൾട്ടന്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. എത്ര ആൻസർ? ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയർ എടുക്കുക, 22.32 ദ ഹോൾ സ്ക്വയർ പ്ലസ് 105.62 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ ആറിന്റെ? ഓക്കെ, 107.95 അല്ലേ ന്യൂട്ടൺ. ദെൻ തീറ്റ, ടാൻ തീറ്റ, സിഗ്മ എഫ് എക്സ് മൈനസ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. എത്ര ആൻസർ? എനിക്കിതിൽ തീറ്റയാണ് കേട്ടോ വേണ്ടത്. നിങ്ങൾ തീറ്റ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. എല്ലാരും ചെയ്ത് നോക്കണേ. ചുമ്മാ ക്ലാസ് അറ്റൻഡ് ചെയ്താലൊന്നും ഇത് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം. കുറെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ കൂടി വരുള്ളൂ. ഇപ്പൊ തന്നെ കുറെ കൺഫ്യൂഷൻസ് വരും. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ചെയ്ത് തന്നെ നോക്കുക, ക്ലാസ് മിസ് ചെയ്യരുതേ. 78 ഡിഗ്രി അല്ലെ, 78.06 അല്ലെങ്കിൽ 07 ഡിഗ്രി ഒക്കെ ഉണ്ടോ? അപ്പൊ റിസൾട്ടന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളെടുത്ത് അൺനോൺ ഫോഴ്സസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം.
ഇക്വിലിബ്രിയം ആണെന്ന് മനസ്സിൽ ധ്യാനിക്കുക. പിന്നെ ബാക്കിയുള്ള എന്താ പറയുക, ബാക്കിയുള്ള ലാമിസ് തിയറോ അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ബാക്കി പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതൊരു സ്ട്രിങ്ങിന്റെ പ്രോബ്ലം ആണ്. A smooth sphere of weight W is supported in contact with a smooth vertical wall by a string fastened to a point in its surface. The other end being attached to a point in the wall if the length of the string be equal to the radius of the sphere. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആണ്. സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഓക്കെ, ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദ സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന്റെ ഈ ഒരു ഇൻക്ലിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ് ആൻഡ് ദ റിയാക്ഷൻ ഓഫ് ദി വാൾ. ഈ ഒരു സ്ട്രിങ്ങിൽ ഉറപ്പായിട്ടും ടെൻഷൻ അല്ലേ ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെൻഷൻ ആണ് സ്ട്രിങ്ങിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള റോപ്പിലായാലും ഉണ്ടാവുക. സോ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ടെൻഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടി എ ബി എന്ന് പറഞ്ഞാൽ സഫിക്സ് ടി എ ബി കൊടുക്കുകയാണ്. ഈ സഫിക്സ് എ ബി. അതുപോലെ തന്നെ ഈ സർഫസിൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്, ഇത് ടച്ച് ചെയ്യുന്ന സർഫസ് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് ടച്ച് ആവുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ ഫോഴ്സ് ഞാൻ ആർ ഡി എന്ന് ഓർത്ത് കൊടുക്കുകയാണ്. ആർ സഫിക്സ് ഡി. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ഫിഗർ വരയ്ക്കുക, ബാക്കി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. എ സ്മൂത്ത് സ്ഫിയർ ഓഫ് വെയ്റ്റ് ഡബ്ല്യു, a smooth sphere of weight W is supported in contact with a smooth vertical wall by a string fastened to a point in its surface. The other end being attached to a point. The other end being attached to a point in the wall. If the length of the string be equal to the radius of the sphere, find the inclination of the string to the vertical. Find the inclination of the string to the vertical. The tension in the string and the reaction of the wall. The tension in the string and reaction of the wall. The tension in the string and reaction to the wall. Question എഴുതിയെടുത്തോ, ഫിഗർ വരച്ചേ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നിനി വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വേരിയബിൾസ് എടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ റേഡിയസ് ആയിട്ട്
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ സ്മോൾ ആർ ആയിട്ടാണ് പറയുന്നത്, സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇവിടെ നോക്കിയിട്ട് ഇത്ര വരെ എത്രയായിരിക്കും? ലോ ആണ് സെന്റർ ആയിട്ട്, അല്ലെ സി ആണ് സെന്റർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഡി എന്ന പോയിന്റ്, ഇത് എ എന്ന പോയിന്റ്, ഇത് ബി എന്ന പോയിന്റ്. ബി സി എത്രയായിരിക്കും? ബി സിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ പറയുന്നത്? ബി സിന്റെ ലെങ്ത് എത്രയായിരിക്കും? ബി സി ബി സി എത്രയായിരിക്കും? ഡി സി ആറാണെങ്കിൽ ബി സി എത്രയായിരിക്കും? റേഡിയസ് അല്ലേ, ആറല്ലേ? ആ 6. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, സ്ട്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ എ ബി എന്ന് പറയുന്നതാണ് സ്ട്രിങ്. സ്ട്രിങ്ങും എന്താണ്? 6ന് ഈക്വൽ ആണ്, റേഡിയസിന് ഈക്വൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബി എന്ന് പറയുന്നത് നമുക്ക് 6 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ട്രയാങ്കിള്, അതായത് ഡി എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഇത് ഡി, ഇത് സി, ഇത് എ. എ സി എത്രയാ വരിക? എ സി എത്രയാ വരുന്നത്? ഇവിടെ ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞോ, നിങ്ങൾ എന്തിനാ ആരെയും പേടിക്കുന്നേ? പെട്ടെന്ന് പറ. എ സി എത്രയാ വരുന്നത്? 2R. ഓക്കെ, ഡി സി 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് തീറ്റ എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പൊ തീറ്റ എങ്ങനെയാ കണ്ടുപിടിക്കുക? തീറ്റ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്ട്ന്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു R/2. യെസ്, R/2R. അപ്പൊ എന്ത് വരും? 1/2. തീറ്റ സൈൻ തീറ്റ 1/2 വരണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? ഇവിടെ ഏത് വാല്യൂവിനാ സൈൻ തീറ്റ 1/2 വരുന്നത്? 13 ഡിഗ്രിക്കല്ലേ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി സ്ട്രിംഗ് ടു ദ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷനാ ചോദിച്ചത്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, 30 ഡിഗ്രി. ക്ലിയർ ആയോ അത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓക്കെ, കാരണം അതാ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആർ ഡിയും ടി എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു ആംഗിളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചേ. ഫ്രീ ബോഡി ഇതൊന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ആർ ടിയും ടി എ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണേ ഞാൻ. ഞാനത് സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുകയാണ്. ആർ ഡി പെർപെൻഡിക്കുലർ, വാള് എന്ന് പറയുന്നത് വെർട്ടിക്കലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അതിന്റെ നോർമൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് അത് ആക്ട് ചെയ്യുള്ളൂ. അതായത് എക്സ് ആക്സിസ് തന്നെയാണ് അത് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ദെൻ ഇതിന്റെ ടെൻഷൻ ടി എ പി, ഈ ഒരു ആംഗിൾ എത്രയായിരുന്നു? 60 ഡിഗ്രി അല്ലേ? പിന്നെ ഇനി എന്താ ഉണ്ടാവുക? ഞാൻ എന്തെങ്കിലും വരക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ ഇവിടെ ആക്ട് ചെയ്യുന്ന? എന്തെങ്കിലും വരക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും വരക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലേ? യെസ്, വെയിറ്റ് താഴത്തേക്ക്. അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിലൂടെ എങ്ങനെ വേണമെങ്കിലും കാണിക്കാം കേട്ടോ. ഡബ്ല്യു ഇതിന് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ മാറ്റി വരക്കുകയാണ്, കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഞാൻ ഈ ആർ ഡിനെ ഈ ലൈൻ ഓഫ് ആക്ഷനിലൂടെ മാറ്റിയിട്ട് ആർ ഡിന്റെ ടെയിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഈ സെന്റർ സിയിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ വരച്ച കുഴപ്പമുണ്ടോ? നമുക്ക് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പ്രകാരം ഏതൊരു ഫോഴ്സിനെയും അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലൂടെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്.
സോ അത് മാറ്റിക്കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള വ്യത്യാസം അവിടെ വരാൻ പോണില്ല. ഓക്കെ, ഇത് W. അതുപോലെ തന്നെ TBന് അതുപോലെ തന്നെ വെക്കുകയാണ്. കാരണം അത് ഔട്ട്വേർഡ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, കുറച്ചും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, 60 ഡിഗ്രി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാമീസ് യൂസ് ചെയ്തും ചെയ്യാം, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ചും ചെയ്യാം. നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ മതി, മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, സിഗ്മ FX ഈക്വൽ ടു 0 കൊടുക്കുക. സിഗ്മ FX ഈക്വൽ ടു 0 ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സിഗ്മ FX ഏതൊക്കെയാ വരുന്നത്? എക്സ് ആക്സിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാ? RD അല്ലേ, അത് പോസിറ്റീവ് ആണ്. സോ RD. ദെൻ TAB, അതിന്റെ ഒരു കോമ്പണന്റ് എന്താണ്? എക്സ് ഡയറക്ഷനിലേക്കാണ്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണോ ആക്ട് ചെയ്യുക? നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ലെഫ്റ്റ് ആണോ റൈറ്റിലേക്കാണോ ആക്ട് ചെയ്യുന്നത്? TAB വേണമെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ വരച്ചേ, ഞാനത് കാണിക്കാത്തോണ്ടാണ്. അപ്പം സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ TAB കിടക്കുന്നത്. സോ TABന്റെ രണ്ട് കോമ്പണന്റ് എന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് മുകളിലേക്കാണ് ഉണ്ടാവുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. ആംഗിൾ 60 ആണ്. സോ ഇത് TAB cos 60, ഇത് TAB sin 60 ആണ് വരിക. TAB sin 60. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ RD എക്സ് ആക്സിന്റെ കേസിലുള്ളത് ഒരെണ്ണം RDയും പിന്നെ ഒരെണ്ണം TABന്റെ എക്സ് കോമ്പണന്റ് ആണ്. എക്സ് കോമ്പണന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആണ് വരിക. സോ TAB cos 60 ഈക്വൽ ടു 0. ഓക്കെ, സോ RD ഈക്വൽ ടു TAB cos 60 എത്രയാ? 1/2. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. TAB/2 ചെയ്ത് കഴിഞ്ഞാൽ RD നമുക്ക് കിട്ടും. ഇനി അടുത്ത സിഗ്മ FY വെച്ച് ചെയ്തേ. സിഗ്മ FY ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഡയറക്ഷനിലുള്ള ഫോഴ്സസ്. ഫസ്റ്റ് തന്നെ W എന്ന് പറയുന്നത് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ആണ് ഇത് വരിക. അടുത്തത് TABന്റെ ഒരു കോമ്പണന്റ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ് ആണ് വരിക. TAB sin 60 ഈക്വൽ ടു 0. സോ ഞാൻ ഡബ്ല്യുവിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുവാണ്. അപ്പം എന്ത് വരും? TAB sin 60 ഈക്വൽ ടു W എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ TAB ഈക്വൽ ടു W/sin 60 വരും. ഓക്കെ, W/sin 60. ഈ W/sin 60 അല്ലേ, അതായത് 1/sin 60 എത്രയാ വരുന്നത് നോക്കി നിങ്ങൾ. 1/sin 60 എത്ര കിട്ടുന്നേ? 1/sin 60 2/√3. 2 അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് വാല്യൂ ആണ്, കുഴപ്പമില്ല. അതായത് √3/2 ആണ് നമ്മൾ sin 60 വരിക. അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ TAB 2√3W കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ് RD ഈക്വൽ ടു എന്ത് വരും? RD ഈക്വൽ ടു TABന്റെ നേരെ ഹാഫ് ആണെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ TABന്റെ വാല്യൂ കിട്ടിയത് 2/√3W ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. ആൻസർ എത്രയാണ് വരിക? 1/√3W വരും. ഓക്കെ, ഇതിന്റെ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യണം. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞ 2/√3ന്റെ വാല്യൂ, അതുപോലെ 1/√3ന്റെ വാല്യൂ. .154 എന്നല്ലേ കിട്ടുന്നത് അല്ലേ? ഡബ്ല്യുവിന്റെ ടേമിലായിരിക്കും കേട്ടോ വരിക. പിന്നെ 1/√3 അല്ലേ, അത് എത്ര കിട്ടിയത്? 0.57 ആണോ? ചെയ്യണേ അത്. ഓക്കെ ആണോ? ഇത് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇടയിൽ കയറി വന്നാലൊന്നും ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ടൈം ആയില്ലേ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു പ്രോബ്ലം ഉണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒരു പ്രോബ്ലം ഒന്നല്ല, ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അല്ലാണ്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറേ പ്രോബ്ലംസ് ഉണ്ട്.
എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇയർ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് തൊട്ടിട്ടേ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമുക്ക് കുറേ വേണമെങ്കിൽ കുറേ പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയാൽ മതി ചെയ്യുന്ന കാര്യങ്ങളെ.